Hi, welcome to my channel. So this is another week in my life. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കുറച്ച് ഓവർനൈറ്റ് ഓട്സ് ആണ് കഴിക്കാൻ പോകുന്നത്. ഈ മന്തിൻ്റെ പ്ലാനർ ഞാൻ ഒന്നും ഫിൽ ചെയ്തിട്ടില്ല. ഓൾറെഡി വെൻസ്ഡേ June 4th. ഇതിൽ ഞാൻ മെയിൻലി എൻ്റെ സ്വിങ് പ്രോജക്ട്സ് ആണ് എഴുതി വെക്കുന്നത്. ഈ മാസം ഇതുവരെ ഞാനൊന്നും തയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഐ വാസ് സ്ലീപ്പിംഗ് അറ്റ് ഓഡ് ടൈംസ്, എല്ലാ ദിവസവും ലേറ്റ്. അതൊക്കെ കൊണ്ടായിരിക്കണം ഐ വാസ് ഫീലിംഗ് വെരി സ്ലീപ്പി. രാവിലെ എഴുന്നേക്കാൻ ഒരു മടിയാണ്. ഓൾമോസ്റ്റ് ഉച്ചയാകാറായി. ഇത് റെഡിയാക്കാം. ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ചെയ്തില്ലെങ്കിലും പണ്ട് തൊട്ടേ വാങ്ങിച്ചു വെക്കുന്ന ഒരു സാധനമാണ് ഈ സ്റ്റിക്കേഴ്സ്. ഇപ്പോഴത്തെ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് സ്റ്റിക്കേഴ്സ് ആണ്. അപ്പം ചുമ്മാ ഇതിലൊക്കെ എനിക്ക് ഒട്ടിക്കാൻ ലാസ്റ്റ് നോക്കുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാറ്. ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പം ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് നല്ല സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇപ്രാവശ്യത്തെ എൻ്റെ തീം മെയിൻലി ബട്ടർഫ്ലൈ ആണ്. ആൻഡ് ദിസ് മന്ത് ഇസ് റിയലി സ്പെഷ്യൽ ഫോർ മീ. ഈ വീക്കും ഞാൻ കുറച്ച് ഔട്ട്ഫിറ്റ്സ് ഉണ്ടാക്കുവാണ്. ആൻഡ് ഇപ്രാവശ്യം ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ പർട്ടിക്കുലർ ഫാബ്രിക് വെച്ചിട്ടായിരിക്കും, വിച്ച് ഇസ് ആഫ്രിക്കൻ വാക്സ് ഫാബ്രിക്, ഓൾസോ നോൺ ആസ് അങ്കാര. ഞാൻ ലാസ്റ്റ് വീക്ക് ചെയ്തതിൽ ഇതിൻ്റെ ഒരു ഗ്രീൻ പ്രിന്റ് വെച്ചിട്ടായിരുന്നല്ലോ. സ്റ്റെം വേറെ കുറച്ച് പ്രിന്റ്സ് വരുന്നുണ്ട്. സോ ഐം സ്റ്റാർട്ടിങ് വിത്ത് ദിസ് വൺ. സോ ഞാനിതിലൊരു ജാക്കറ്റും പാൻറ്റും ആയിട്ടാണ് ചെയ്യുന്നത്. ടോപ്പ് പോർഷൻ റെഡി ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സ്ലീവ്സ് എല്ലാം അറ്റാച്ച് ചെയ്തു. എല്ലാം റെഡി. ഇനി എനിക്ക് ചെയ്യാൻ ബാക്കിയുള്ള ഈ സൈഡ് ഞാൻ സീൽ ചെയ്ത പോലെ ഇവിടവും ചെയ്യണം, കഴുത്തും ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് രീതിയിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. നോർമലി ഒരു ബ്ലേസറോ അല്ലെങ്കിൽ ജാക്കറ്റോ ചെയ്യുന്ന രീതിയിൽ രണ്ടും ബാക്കൊക്കെ പല പല കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ഇനി ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പാൻറ്റാണ്. ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു ബ്ലൂ കോട്ടൺ ഡ്രസ് ചെയ്യുന്നതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആൻഡ് ഷോർട്സ് ഞാൻ ഇന്നലെയാണ് പോസ്റ്റ് ചെയ്തത്. ആൻഡ് ഇൻസ്റ്റഗ്രാമിൽ അതിന് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദാറ്റ് വീഡിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണിത്. അത് ഓൺലൈൻ വാങ്ങിയത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അതിന് തിക്ക് ഫാബ്രിക് ആയിരിക്കും എന്നായിരുന്നു. അതുകൊണ്ടാണ് കണ്ടപ്പോൾ എനിക്കതൊരു ലൈറ്റ് പോലെ തോന്നിയത്. പക്ഷെ ഇറ്റ്സ് റിയലി സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ. അടുത്ത് കുറേ പേര് ട്യൂട്ടോറിയലായിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്ത് തീർക്കുന്നതിൻ്റെ ഇടയിൽ ഒത്തിരി ട്യൂട്ടോറിയൽ ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ ടൈം ഇല്ല. ഇപ്പം ഞാൻ ഓൾറെഡി വേറൊരു ട്യൂട്ടോറിയൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്തിടാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ഞാൻ ഇതുവരെ ഇടാത്തത്. ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബുക്കിൽ. സമയം 5:30 കഴിഞ്ഞു. ഞാൻ പാൻറ്റിന് തയ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്കിതിൻ്റെ മാർക്കിങ്ങിൻ്റെ സമയത്ത്. നല്ല ടോളായിട്ടുള്ള ഒരാൾക്കാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വന്നുപോയി ഫ്രണ്ട് പോർഷൻ. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി. ഏഴര കഴിഞ്ഞു. ഞങ്ങൾ ഇവിടുത്തെ പൂളിൽ പോവുകയാണ്. ആദ്യം എപ്പോഴും ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു ഷവർ എടുക്കണം. ആദ്യമൊക്കെ ജക്കൂസിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവൻ എപ്പോഴും ഫേസ്റ്റ് അതിൽ പോകും. ആദ്യം ജക്കൂസിയിൽ പോയിട്ട് പൂളിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര തണുപ്പായിട്ട് തോന്നും. അതുകൊണ്ട് ഫേസ്റ്റ് ഇതിലിറങ്ങുമ്പം ടെമ്പറേച്ചർ ഓക്കെ ആയിട്ട് ഇരിക്കുള്ളൂ. പക്ഷെ പിന്നെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചൂട് കൂടുതലാണ്. പക്ഷേ കൂടുതൽ ബുദ്ധിമുട്ട് നിന്ന് തണുപ്പ്. പിന്നെ എനിക്ക് നീന്തണം. ഇന്നത്തെ എൻ്റെ വർക്കൗട്ടാണ്. മലർന്ന് കടന്ന് നീന്താൻ അറിയത്തേ ഇല്ലായിരുന്നു. പ്രാക്ടീസ് ചെയ്ത് അത് പഠിച്ചാൽ. ചൂടെടുക്കുന്നില്ലല്ലോ ഇന്ന്. സാധാരണ നമ്മൾ പൂളി പോകുന്നതിന് മുമ്പ് ഇത് ഓണാക്കിയിടും. അപ്പം നല്ല ചൂടായി കിട്ടും. ഇത് ഓണാക്കാൻ മറന്നു പോയതാ. ഇന്നലെ പക്ഷെ ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഓണാക്കിയിട്ട് ഇടും. അതുകൊണ്ട് വലിയ ചൂടായിട്ടില്ല. ഗ്രാജുവലി ചൂടാവും. തോർത്തതൊന്നുമില്ല. എന്നാലും ഇവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും വെള്ളമൊക്കെ തന്നെ വെച്ച് പോകും. 15-20 മിനിറ്റ്സ് ഇവിടെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പോകണം, ഡിന്നർ ഉണ്ടാക്കണം. എന്താ ഡിന്നറല്ല? പാസ്ത.
കഴിഞ്ഞു, ഫുൾ ഉണങ്ങി കിട്ടി. ഇനി പോകാം. ലൈം സോഡ ബൈ ആബ് എൻജോയ്. ഡിന്നറിന് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. സ്പെഗറ്റി സിമ്പിൾ റെസിപ്പിയാണ്, കാരണം നമ്മൾ സോസ് യൂസ് ചെയ്യുവാണ്. ഇത് ബോയിൽ ചെയ്ത് ഇത് മിക്സ് ചെയ്താൽ സാധനം റെഡി. ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ഹലോ, ഇത് നെക്സ്റ്റ് ഡേ ആയി. രാവിലെ എഴുന്നേറ്റു, കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു ആൻഡ് സം ഗുഡ് തിങ്സ് ആർ ഹാപ്പനിങ്. കുറച്ചുകൂടെ വ്യൂസ് കിട്ടുന്നുണ്ട്, കുറച്ച് കൂടുതൽ ആളുകൾ ഇപ്പോൾ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പം സമയം 11 മണി ആകാറായി രാവിലെ. ഇപ്പോൾ കുക്കിംഗ് ആണ്. രാവിലെ തന്നെ ഫുൾ പണിയിലാണ്. എനിക്ക് അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷാൻജിയോ ആണ് അതിൻ്റെ ഗുരു. അത് സ്വന്തം ഉണ്ടാക്കും, പക്ഷെ ഇപ്പം റീസെൻ്റ് ആയിട്ട് ഷാൻജിയോൻ്റെ വീഡിയോസ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഷാൻജിയോൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര കാറ്റും മഴയും ഒക്കെയാണ്. ഇന്നലെ രാത്രി മിന്നലും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഇന്ന് നല്ല കാറ്റും മഴയുണ്ട്. ഇപ്പം സമയം 8:30 കഴിഞ്ഞു. സോ ഡിന്നർ ഇന്ന് ചപ്പാത്തിയാണ്. ഓൾറെഡി കറി ഉണ്ട്, സോ ജസ്റ്റ് ചപ്പാത്തി മാത്രം ചെയ്താൽ മതി. ഇന്നലെ തീർക്കണമെന്ന് പറഞ്ഞ ആ ജാക്കറ്റും പാൻറ്റും തീർക്കാൻ പറ്റിയില്ല. ഈ അമ്മച്ചിയുടെ തന്നെ ഉണ്ടല്ലേ മാല, അത് ആരോടും പറയാൻ. ഹായ്, അങ്ങനെ ഞാൻ ഫൈനലി ഈ ജാക്കറ്റിൻ്റെയും പാൻറ്റിൻ്റെയും വർക്ക് തീർത്തിട്ടുണ്ട്. പാൻറ്റ് ഇസ് വെരി സിമ്പിൾ. ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ്. ഒരു സൈഡിൽ സിബുണ്ട് ആൻഡ് മറ്റേ സൈഡിൽ പോക്കറ്റ് ഉണ്ട്. ആൻഡ് ജാക്കറ്റ് ഇസ് ഓൾസോ റെഡി. ഞാൻ പോയിട്ടില്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ചാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ബാക്ക് പീസ് ഇത് ചുളുങ്ങിയിരിക്കുന്നുണ്ട്. ഇതൊന്ന് അയൺ ചെയ്യണം. 1, 2, 3, 4 പീസ് ചേർത്താണ് ബാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈവൻ ഫ്രണ്ട് പോർഷൻ എടുക്കുവാണെങ്കിലും ഓരോ ഫ്രണ്ടും 1 ഈ വലുത് കാണുന്നതും പിന്നെ ഇവിടെ തൊട്ട് ഇവിടെ വരെ രണ്ടാമത്തെ പീസാണ്. എല്ലാ 2 ഫ്രണ്ട് പോർഷൻസും 2 കഷ്ണാക്കി 8 പീസാക്കി മുറിച്ചിട്ട് ചെയ്തതാണ്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ നല്ല ഷേപ്പായിട്ട് ആ ഒരു ടൈലേർഡ് ലുക്ക് ഉണ്ടാവും. നോർമൽ ഫുൾ സ്ലീവ്. ഇത് രണ്ടും ഒന്ന് തേച്ച് എടുക്കണം. ആൻഡ് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫാബ്രിക്കിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ വീക്ക് ഞാൻ ചെയ്യുന്ന മൊത്തം ഈ അങ്കാര ഫാബ്രിക്കിലായിരിക്കും. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് പ്രിന്റ് ദാറ്റ് ഐ ബി യൂസിങ്. ആൻഡ് ഇതിൽ ഞാൻ ചെയ്യുന്ന ജംപ് സ്യൂട്ട്സ് ആണ്. എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ജംപ് സ്യൂട്ടിൻ്റെയാണ്. ഞാൻ ട്യൂട്ടോറിയൽ എടുക്കാൻ വേണ്ടി ഞാൻ ഒരു ക്ലോത്ത് ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കുന്ന സമയത്ത് ട്യൂട്ടോറിയൽ എടുക്കാം എന്ന് വിചാരിക്കുന്ന ആളാണ്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴിയായിരിക്കും ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ട്യൂട്ടോറിയൽ എടുക്കാൻ തുടങ്ങിയാൽ തന്നെ അത് പകുതി വഴിക്ക് ഞാൻ മാറ്റും ഡിസൈൻ. അങ്ങനെ ഞാൻ ആക്ച്വലി ഐ തിങ്ക് എൻ്റെ ജംപ് സ്യൂട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ട്യൂട്ടോറിയൽ എടുക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അത് ചെയ്ത് വന്നപ്പം ഞാൻ തുടങ്ങിയ സാധനമേ അല്ല ഇൻ ദി എൻഡ്. അപ്പം ഞാൻ ട്യൂട്ടോറിയൽ എടുത്തതൊക്കെ വെറുതെ വേസ്റ്റ് ആയി, കാരണം അതല്ലായിരുന്നു എൻ്റെ ഔട്ട്പുട്ട്. അതുകൊണ്ട് ഫസ്റ്റ് ടൈമിനേക്കാളും എപ്പോഴും ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ട്യൂട്ടോറിയൽ എടുക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ ആ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ഞാൻ ട്യൂട്ടോറിയൽസ് ഇടാത്തത്. ഇവിടെ എനിക്ക് ജംപ് സ്യൂട്ടിനുള്ള വേറെ ഓർഡർ വന്ന സ്ഥിതിക്ക് അത് ഞാൻ ക്യാപ്ചർ ചെയ്യാന്ന് വെച്ചു. ഇത് കുട്ടിക്കുള്ള ജംപ് സ്യൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഐ ബി അപ്ലോഡിങ്. അപ്പം ഇപ്പോൾ ഞാൻ ട്യൂട്ടോറിയൽ എടുക്കാൻ പോവാണ്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തു. സ്റ്റിച്ചിങ് പാർട്ടും കൂടി ക്യാമറയിൽ വരുത്തുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മാർക്കിങ്ങും കട്ടിങ്ങും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഓരോരോ സ്റ്റെപ്പായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ബാക്ക് ഞാനിവിടെ സിബ് വെച്ചു. ഇത് ഫ്രണ്ട്. ഇനി കൈ സൈഡും ഷേപ്പ് ഇവിടെ ഷേപ്പ് ചെയ്യണം. പാൻറ്റിൻ്റെ അടിഭാഗവും ചെയ്യണം. ആൻഡ് കൈയും കാലും മടക്കിയടിക്കണം. ഇത്രയും ആണ് ഇനി ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെ ഇച്ചിരിയും കൂടി വലുത് വേറൊരു കുട്ടിക്കുള്ളത് ഉണ്ടാക്കാനുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു.
ഇപ്രാവശ്യം സമ്മർ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങി അത് വേറെ പോട്ടിലേക്കാക്കി നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വിത്ത് വാങ്ങിയായിരുന്നു. അത് നടാൻ ഇങ്ങനെ മടി പിടിച്ചിരുന്നതായിരുന്നു. പത്തൻ ഇപ്പോഴെങ്കിലും ചെയ്തില്ലെങ്കിൽ മിക്കവാറും സമ്മർ ഇപ്പം തീരും. നടാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് നാളായിട്ട് ശേഖരിച്ച് വെച്ച എൻ്റെ തൈരിന്റെ പാത്രങ്ങളാണിത്. മിന്റ്, കൊറിയാണ്ടർ, ടൊമാറ്റോ, ഇത് മൂന്നുമാണ്. ഉണ്ടായി വരുമോന്നൊന്നും അറിയത്തില്ല, എന്തായാലും ട്രൈ ചെയ്യാം. കൊറിയാണ്ടർ ഇതിനു മുമ്പ് ഞാൻ നട്ടിട്ട് നന്നായി ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. മറ്റേത് രണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. 8:30 സമയം. ഇപ്പം ഞാനും ആൽബിയും കൂടി ഒരു വാക്കിന് പോവാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കുളിച്ച് ഡിന്നറെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ കാണാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം മോസ്റ്റ് ഓഫ് ദ നൈറ്റ്സ് ഒരു മൂവി നൈറ്റായി മാറുന്നുണ്ട്. ഞാൻ പോപ്കോണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ദിവസം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ആ രണ്ടാമത്തെ ജംസൂട്ടിൻ്റെ പരിപാടി ചെയ്തു. ഞങ്ങൾ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നതാണ്. ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു വീട്ടിൽ എപ്പോഴും കാണുമ്പോൾ ചേച്ചി പറയും ഒരു ദിവസം വീട്ടിലേക്ക് വരണമെന്ന്. സോ ഇന്ന് നമ്മൾ അവരുടെ വീട്ടിൽ പോയതായിരുന്നു. ഒരു 7 മണിയായപ്പോൾ പോയി. ഇപ്പോൾ 11 മണിയാകാറായി. ഇത്രയും നേരം അവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നു, ഡിന്നറൊക്കെ കഴിച്ചു. വെരി സ്വീറ്റ് ഫാമിലി. അങ്ങനെ ഇന്നത്തെ രാത്രി കഴിഞ്ഞു. ഇനി നാളെ കാണാം. അങ്ങനെ 7 ദിവസം. What do you think? I don't think anything. ഇപ്രാവശ്യം കുറേ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോവാണ്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ. ഓൾറെഡി ഞാൻ കണ്ണെഴുതി, പുരുക എഴുതി, ലിബാം ഇട്ടിട്ടുണ്ട്, സൺസ്ക്രീൻ. ഇത്രയും ഒരുക്കി പോകുന്നത് വേറെ അങ്ങോട്ടുമല്ല, ഗ്രോസറി ഷോപ്പിങ്ങിന് കോസ്കോയിൽ പോവാണ്. കുറച്ച് പ്രൈമർ. എനിക്കിങ്ങനെ പുറത്ത് പോകുമ്പോൾ ഒരുക്കി പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ പുട്ട് മേക്കപ്പ്. കുറച്ച് കൺസീലർ ഇടുവാണ്. പക്ഷെ ഭയങ്കര ഒരുങ്ങിയില്ല, ഒരു നോ മേക്കപ്പ്. കുറച്ച് ബ്ലഷ്. ഇനി ഇതെല്ലാം ഇനി കണ്ണാടി നോക്കുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെ വന്നിട്ടുണ്ടെന്ന്. സ്റ്റിക്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. ഗോയിങ് ഔട്ട് വിത്ത് മൈ ന്യൂ ഹസ്ബൻഡ്. ഷേവ് ചെയ്ത് പുതിയ ആളായി മാറിയിരിക്കുകയാണ്. ഇതാണ് കോസ്കോ. ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഒരു മെമ്പർഷിപ്പ് എടുക്കണം. ആ കാർഡാണിത്. ഇവിടുത്തെ പ്രോഡക്ട്സ് എല്ലാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അധികം വാങ്ങുന്നതുകൊണ്ട് സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും വില കുറവുമായിരിക്കും. നമ്മളിങ്ങനെ ഓരോ ഐലായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറിനുള്ളിൽ ഷോപ്പ് അടയ്ക്കും. മാക്സിമം അതിൻ്റെ ഉള്ളിൽ പോയി കാണണം. ഇതാണ് ഡയറി പ്രോഡക്ട്സ്. അതെ, ഫ്രൂട്ട്സ്. ഏത് ഫ്രൂട്ടാണ്? വീഡിയോ. നമ്മൾ സാധനമൊക്കെ വാങ്ങി, നമ്മൾ ഇവിടുന്ന് ഫുഡും വാങ്ങിയിട്ടുണ്ട്. ഇനി അത് കഴിക്കണം. ഈ ട്രോളീന് ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ കൊണ്ടുവയ്ക്കണം. ഹോട്ട് ഡോഗും പിസ്സയാണ് അവിടുന്ന് വാങ്ങിയത്. കോസ്കോയിൽ ഇത് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ പിസ്സയാണ് വാങ്ങിയത്. ഹോട്ട് ഡോഗിൻ്റെ കൂടെ ഡ്രിങ്കും കിട്ടും. ഇത് പുറത്തേക്കാണോ അല്ല ഇറക്കണ്ടേ? ഒന്നും ചെയ്യണ്ട, വെറുതെ കുടിച്ചാൽ മതി. ഡ്രിങ്ക് അൺലിമിറ്റഡ് ആണ്. ഒരാൾ വാങ്ങിയിട്ട് എത്ര വേണമെങ്കിലും റീഫിൽ ചെയ്യാൻ. സാധാരണ നമ്മളെപ്പോഴും അകത്തിരുന്ന് തന്നെ കഴിക്കുന്നത്. ആദ്യമായിട്ടാണ് വാങ്ങിച്ച് പുറത്ത് വന്നിരുന്ന് കഴിക്കുന്നത്. അവിടെ തിരക്കായിരുന്നു. ഇത് കഴിച്ച് കഴിയുമ്പോൾ തിന്നാൻ വേണ്ടി ഞാൻ ഇന്ന് വാങ്ങിച്ച ഒരു ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ആണ്. ചോക്ലേറ്റിനുള്ളിൽ ലെമൺ ആണ്. ഇത് ട്രൈ ചെയ്യണം. പോകുന്ന വഴിക്കാൻ എനിക്ക് ട്രൈ ചെയ്തേ പറ്റും. നന്നായാൽ മതിയേയുള്ളൂ, കുറേ ഉണ്ടത്. ഓക്കെ, നോക്കാം. എന്നിട്ട് തരാം.
ആദ്യത്തെ വേണം നിനക്ക്? ഓ ഇതിൻ്റെ ഉള്ളിൽ കണ്ടാ ഇങ്ങനെ രണ്ടും കൂടി ചേരുമ്പോൾ ഒരു രസമുണ്ട്. പക്ഷേ ചോക്ലേറ്റ് മാത്രമായിട്ട് വലിയ ടേസ്റ്റ് ഇല്ല. കുഴപ്പമില്ല. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണോ? അങ്ങനെയാണ് കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്യാം. നോട്ട് ദ ബെസ്റ്റ്. ആൽബി സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി. ഐ ഗോ ഹെൽപ്പ് ഹിം. ഇതിൽ നിറച്ചു. ഇനി ബാക്കി ഒരു കവറിൽ കയറ്റുകയാണ്. അതെ, നിങ്ങൾ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാമേ. ആൽബി പറഞ്ഞു ആ ചേച്ചീനെ പോലെ സംസാരിക്കാൻ എല്ലാം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഐ ജസ്റ്റ് ഷോ യു വാട്ട് ഓൾ വി ബോട്ട്. ഞാൻ ഇങ്ങനെ വേറെ ആളുകൾ കോസ്കോ ഹോൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ഞങ്ങളുടെ കോസ്കോ ഹോൾ. ഐ ഹാവ് എൻ അസിസ്റ്റന്റ് ഹിയർ ടു ഹെൽപ്പ് മീ. എല്ലാ സാധനം എടുത്ത് വെക്കാൻ. അപ്പം ഞാൻ കാണിക്കും, ആൽബി എടുത്ത് വയ്ക്കും. റൈറ്റ്? ചെയ്യാത്തവർക്ക് വേണ്ടി കോസ്കോയുടെ സ്പെഷ്യാലിറ്റി ഇതാണ്. എല്ലാം ഹോൾസെയിലായിട്ടാണ് കിട്ടുക. ഓർഗാനിക് എഗ്സ്. അപ്പം എല്ലാം ഇച്ചിരി ഹയർ ക്വാണ്ടിറ്റിയിലായിരിക്കും കിട്ടുക. പീസ സാലഡ് മിക്സ്. 2 പാക്കറ്റ് ബ്രെഡ്. ഞങ്ങൾ നോർമലി വൈറ്റ് ബ്രെഡാണ് വാങ്ങുന്നത്. ഇപ്രാവശ്യം ഇച്ചിരി ഹെൽത്തി ആയിട്ട് ബീച്ച് വാങ്ങിയതാണ്. ഇത് കോസ്കോയിലെ ഒരു ഫേമസ് ചിക്കനാണ്, റോസ്റ്റഡ് ചിക്കൻ. ഇത് ഫ്രഷ് ആയിട്ട് അവരിങ്ങനെ ഉണ്ടാക്കി വെക്കും. യോഗേർട്സ് ഇത്രയും ഫ്ലേവേഴ്സിലുള്ള ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. മാംഗോ സോർബേ. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ. ചോക്ലേറ്റ്സ്. ഒലിവ് ഓയിൽ ഒരു കുപ്പി. ബോഡി വാഷ് വാങ്ങി. ട്രാവൽ മഗ്. ആൽബിക്കാണ് വേണ്ടത്. അപ്പോൾ ഒന്നെടുത്താൽ ഒന്നെനിക്ക്. ചിക്കൻ മിൽക്ക്. ട്രിമ്മർ സെറ്റ്. പാനിപൂരി 3 പാക്കറ്റ്. അവിടെ നിന്ന് വാങ്ങി കഴിച്ചില്ലേ പിസ്സയും ഹോട്ട് ഡോഗും. ദാറ്റ് ഈസ് വെരി ഫേമസ് ബിക്കോസ് ഇറ്റ്സ് വെരി അഫോർഡബിൾ. അപ്പോൾ ഇതിന് ആൽബി എനിക്ക് ഇന്നൊരു കഥ പറഞ്ഞു തന്നായിരുന്നു. ഇതിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കോസ്കോയിൽ അവിടെ അവർ ഈ ഹോട്ട് ഡോഗും ഡ്രിങ്കും $1.50 കൊടുക്കുമായിരുന്നു. ഇപ്പം ഇത്രയും വർഷത്തിന് ശേഷവും സ്റ്റിൽ അതിൻ്റെ പ്രൈസ് മാറിയിട്ടില്ല. പുതിയ CEO ആണോ മാറ്റാൻ പറഞ്ഞത്? പുതിയതായിട്ട് വന്ന ഒരാൾ ആക്ച്വലി പറഞ്ഞു നമുക്കിത് ഇപ്പം ഇത്രയും ഇപ്പം ഇത് ലാഭകരമല്ല, വില കൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ മെയിൻ ആള് പറഞ്ഞു ഇല്ല, വില മാറ്റിയാൽ അയാൾ പറഞ്ഞു വില മാറ്റിയാൽ നിന്റെ തല ഞാൻ വിട്ടുന്നു തമാശക്ക്. അതുകൊണ്ട് ആ വില ഇതുവരെ മാറിയിട്ടില്ല. മിക്കവാറും ഇന്ന് രാത്രി ഞങ്ങൾ ആ സാലഡും ചിക്കനും ആയിരിക്കും കഴിക്കാൻ പോകുന്നത്. 39 എണ്ണമാണ് ഇതിനകത്തുള്ളത്. ഇവിടെ അൽബിക്ക് ചൂട് കോഫി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കുറച്ചു നേരം മുമ്പ് ഒരു ചേച്ചി വന്നായിരുന്നു. പക്ഷേ കുറച്ച് ക്ലോത്ത്സ്, ഒരു 4 ഡ്രസ്സുണ്ട്, ഓൾട്രേഷൻ പരിപാടികളൊക്കെ. അപ്പോൾ അത് തന്നിട്ടുണ്ട്, ചെയ്യണം. ഇന്നൊരു ചിൽ ഡേ ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് വാങ്ങിച്ച ഈ സാലഡാണ്. ഈ ചിക്കൻ കഴിക്കുന്നുണ്ട് കൂടെ. ചിക്കൻ ഇതിലിടാനുള്ള chicken ready-ആവോ? So I'll make the salad and here do the chicken. അത് മതിയല്ലേ? അതും കൂടി ഇട്ടോ. കുറച്ചും കൂടി തരാം. lemon squeeze here. ഇനി ഞങ്ങളൊരു സിനിമ കണ്ടുപിടിക്കാൻ പോവാണ് കാണാൻ. പറ്റില്ല. നിങ്ങൾ കണ്ടാൽ അറിഞ്ഞിട്ടൊരു എപ്പിക് സിനിമയാണ്. ഒറിജിനൽ മാങ്ങ പോലെ. We decided to watch Wonka. I've pinned 7 years of hopes on. Hello, welcome to the last day of my vlog. കുറച്ച് ഓൾട്രേഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഉച്ച കഴിയുമ്പം വേറൊരു ചേച്ചിയും കൂടി വരുന്നുണ്ട്. അതിന് മുമ്പ് ഇത് ചെയ്ത് തീർക്കണം എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഫസ്റ്റ് വൺ ഈ ഉടുപ്പാണ്. ഇതിൻ്റെ
ഈ തുണി ഈ കളറും തുണിയെല്ലാം നല്ല രസമുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലെ ഇത് ഇച്ചിരി ഒരു ലോക്കലാണ്. അത്ര തുണിയും ക്വാളിറ്റി അത്ര നല്ലതല്ല. ഒരു ഈ ഡ്രസ്സിൻ്റെ ആ ഒരു ഭംഗി കളയുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ടോപ്പ് പോർഷൻ മാറ്റിയിട്ട് ഇതൊരു നല്ല ഒരു സ്കേർട്ടാക്കി മാറ്റാൻ പോകണം. അതാണ് ഫസ്റ്റ് ടാസ്ക്. പിന്നെ സ്ലീവ് ഭയങ്കര ലൂസാണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിലൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. അടുത്തത് ഒരു പ്യൂരിഫുൾ റെഡ് ഡ്രസ്സാണ്. ഓക്കെ, ഇതാണ് ഡ്രസ്സ്. ഫുള്ളുടുപ്പ് പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഇങ്ങനെ ഫ്രിൽസ് ഉണ്ട്. അപ്പോൾ ഫ്രിൽസിൻ്റെ താഴേക്ക് ഇത്രയും കൂടി നീളം. അപ്പോൾ കുറച്ച് ഫ്രില്ലിൻ്റെ അത്രയും ആക്കണം. ഫ്രണ്ടിൽ മാത്രമേ ഫ്രിൽസ് ഉള്ളൂ. പക്ഷെ ദെൻ ലാസ്റ്റ് ഇത് ഒരു ഉടുപ്പാണ്. ഇതൊരു ഉടുപ്പാണ്. പക്ഷെ ഇതിൻ്റെ ഷോൾഡർ ഇങ്ങനെ ഭയങ്കര ലൂസാണ്. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ചെയ്യണം. ആൻഡ് ഇതിന് സ്ലീവ് വേണ്ട. അപ്പോൾ അതും റിമൂവ് ചെയ്യണം. ഇത്രയാണ് ചെയ്യാനുള്ളത്. ഞാൻ ഒരു വീഡിയോ കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇനി മെഷീനിൽ പണി തുടങ്ങണം. ലഞ്ച് കഴിക്കാൻ ഇന്നലത്തെ ഒരു ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ആദ്യം എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഡാർക്ക് ചോക്ലേറ്റ് ആണെന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിക്കുമ്പം രസമുണ്ട്. 7:45 സമയം. ഗോയിങ് ഫോർ എ വാക്ക്. നടക്കാൻ പോവാണ്. ഫുള്ളായിട്ട് വെയിൽ പോയിട്ടില്ല. ചില സ്ഥലത്ത് വെയിൽ ഇപ്പോഴും ഉണ്ട്. ഇത് കണ്ടോ മുയൽ. നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് മുയൽ. ഈ വഴി വരുന്ന ഈ വഴി എന്ത് രസമാണ് നോക്കിക്കേ. We back. ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ ഇസ് ബൈ ആൽവിൻ ജോയ്. മോർ ആൻഡ് കറി വിത്ത് സ്റ്റേക്ക് ഫോർ ഡിന്നർ. ആൻഡ് നമുക്കൊരു പാഷൻ ഫ്രൂട്ട് സർബത്ത് അല്ലേ? സ്ക്വാഷ്. പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ്. The best. ഇതായിരുന്നു എൻ്റെ ഒരു വീക്ക്. If you have taken your time to watch this, thank you. And until next time, bye-bye.